ക്രിസ്തു യേശുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് വീണ്ടും മഹത്വമുണ്ടാകട്ടെ. നമ്മൾ വിശുദ്ധ ബൈബിളിലെ സങ്കീർത്തന പുസ്തകത്തിൽ 119 സങ്കീർത്തനം 1 വാക്യത്തിൽ എഴുതിയിരിക്കുന്ന വചനം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പ്രകാരമാണ്, യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവർ ഭാഗ്യവാന്മാർ. മനുഷ്യൻ ഭാഗ്യവാനാകാതെ ഈ ലോകത്ത് ഒരു നന്മ പ്രാപിപ്പാൻ കഴിയുകയില്ല എന്ന് നമ്മൾ ഇതിനകം പഠിച്ചു. അങ്ങനെ ഭാഗ്യവാനായി ഒരു മനുഷ്യൻ തീരണമെങ്കിൽ ഒന്നുകിൽ ദൈവം അവനെ യോഗ്യനെന്ന് ആത്മീകമായി കണ്ട് അംഗീകരിച്ച് അവൻ്റെ ഭൗതിക ജീവിതത്തിൽ സന്ദർശനം അയച്ച് അവനെ ഭാഗ്യവാനാക്കി തീർക്കണം. രണ്ടാമത്തത്, അവൻ കാലങ്ങൾക്കും സമയങ്ങൾക്കും കീഴ്പ്പെട്ടവനാണ്. ലോകത്തിൽ ജനിക്കുന്ന സകല മനുഷ്യരും കാലങ്ങൾക്കും സമയങ്ങൾക്കും കീഴ്പ്പെട്ടവരാണ്. നല്ല കാലമുണ്ട്, ചീത്തക്കാലമുണ്ട്. സ്വഭാവസിംഗിൽ എഴുതിയിരിക്കുന്നത് പോലെ, കല്ല് പെറുക്കി കൂട്ടാൻ ഒരു കാലം, കല്ല് എറിഞ്ഞു കളവാനൊരു കാലം, അനുഗ്രഹിപ്പാനൊരു കാലം, അനുഗ്രഹിക്കാതിരിപ്പാനൊരു കാലം. ഇങ്ങനെ സകല വിധത്തിലും മനുഷ്യൻ കാലങ്ങൾക്ക് കീഴ്പ്പെട്ടവനാണെന്നും ആ കാലങ്ങളുടെ ഗതി അനുസരിച്ച് മനുഷ്യനിൽ നിന്ന് സ്വഭാവങ്ങളും അതുപോലെ തന്നെ അവനിൽ അനുഭവങ്ങളും ഉണ്ടാകുന്നുവെന്നും വചനത്തിൽ നമ്മൾ പഠിക്കാനിടയായി തീർന്നു. അതിൻ്റെ ഭാഗം കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മൾ വീണ്ടും 110 സങ്കീർത്തനത്തിൻ്റെ 1 വാക്യത്തിൽ യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കായവർ ഭാഗ്യവാന്മാർ. ഈ വാക്യത്തിലെ അനുഗ്രഹം എന്ന് പറയുന്നത് ആരുടെ അനുഗ്രഹമാണ്? അനുഗ്രഹം ആർക്കെല്ലാമാണ് ഉള്ളത് എന്നുള്ള ചോദ്യത്തിന് ദൈവത്തിൻ്റെ വചനപ്രകാരം ഉത്തരം, രാപ്പകൽ കർത്താവിൻ്റെ ന്യായപ്രമാണത്തെ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാനാണ്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാരാണ്. ദരിദ്രന് കൊടുക്കുന്നവൻ ഭാഗ്യവാനായിത്തീരും. ഇങ്ങനെ സത്യവചനത്തിൽ ഭാഗ്യവാന്മാരായി തീരുന്നവരുടെ പട്ടിക നമ്മൾ എടുക്കുകയാണെങ്കിൽ അസംഖ്യമായ ഒന്നായി തോന്നാം. ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത് ഇപ്രകാരമാണ്. ഇവിടുത്തെ അനുഗ്രഹം 119 സങ്കീർത്തനം 1 വാക്യത്തിലെ അനുഗ്രഹം എന്താണെന്ന്, അത് ആർക്കാണെന്ന് വെച്ചിട്ടുള്ളതെന്ന് ചോദിച്ചാൽ, യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവർ ഭാഗ്യവാന്മാർ എന്ന വചനപ്രകാരം നടപ്പിൽ നിഷ്കളങ്കരായവരുടെ ഭാഗ്യമാണ് അവിടെ കൊടുത്തിരിക്കുന്നതെന്ന് മനസ്സിലാകും. നടപ്പിൽ നിഷ്കളങ്കരായവരുടെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നിഷ്കളങ്കരായവരുടെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ അത് എന്തൊക്കെയാണ്? അതെങ്ങനെയൊക്കെയാണ് അത് പ്രാപിക്കുന്നത്? അല്ലെങ്കിൽ നിഷ്കളങ്കരുടെ ഭാഗ്യം എന്താണ്? ന്യായപ്രമാണം ധ്യാനിക്കുന്നവൻ്റെ ഭാഗ്യം എന്താണ്? ദരിദ്രന് കൊടുക്കുന്നവൻ്റെ ഭാഗ്യം എന്താണ്? വചനം അനുസരിക്കുന്നവൻ്റെ ഭാഗ്യം എന്താണ്? ഇങ്ങനെ വിവിധമായിട്ടുള്ള ഭാഗ്യങ്ങളുള്ളതിൽ ഇവിടെ എഴുതിയിരിക്കുന്ന പ്രകാരമുള്ള നടപ്പിൽ നിഷ്കളങ്കരായവരുടെ ഭാഗ്യം എന്താണെന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നാം ചിന്തിക്കേണ്ടത്. അതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്ന പ്രകാരമാണ്, ഒരു മനുഷ്യൻ നിഷ്കളങ്കനായാൽ അവനുണ്ടാകുന്ന നേട്ടം, അവനോട് ദൈവം നിഷ്കളങ്കത കാണിക്കും. എന്നാൽ അവൻ വക്രത കാണിച്ചാൽ അവനോട് ദൈവം വക്രത കാണിക്കും. അതെങ്ങനെയെന്നാൽ, യാക്കോബിൻ്റെ ലേഖനത്തിൽ എഴുതിയിരിക്കും പ്രകാരം, നിങ്ങൾ ദൈവത്തിൻ്റെ വചനം കേട്ടിട്ട് അനുസരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ഒരു മനുഷ്യനോട് ഒക്കുന്നു. കണ്ണാടിയിൽ ഒരു മനുഷ്യൻ നോക്കിക്കഴിഞ്ഞാൽ തൻ്റെ മുഖത്തിൽ എന്തെല്ലാം വൃത്തികേടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വൈരൂപ്യമുണ്ടെങ്കിൽ, ആ വൈരൂപ്യം നീങ്ങിപ്പോകേണ്ടത് എങ്ങനെയെന്ന് അവൻ അതിൽ നിന്ന് കണ്ടെത്തുന്നു. അങ്ങനെ കണ്ടെത്തിയാൽ അതിന് വേണ്ട പ്രവൃത്തി അവൻ ചെയ്ത് ആ മുഖത്തെ വൈരൂപ്യം നീക്കിക്കളയുന്നു. ഇതുപോലെയാണ് ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് ഒരു കണ്ണാടിയാണ്. ആ കണ്ണാടിയിലേക്ക് മനുഷ്യൻ നോക്കുമ്പോൾ ആ മനുഷ്യൻ്റെ മുഖത്തെ ഏതെല്ലാം കുറവുകളുണ്ടോ അതിൽ നിന്ന് വെളിപ്പെട്ട് കിട്ടുന്നു.
പിന്നെ അതനുസരിച്ച് അവൻ്റെ ജീവിതം ക്രമീകരിക്കുമ്പോൾ അതങ്ങ് നീങ്ങിപ്പോകും. ഇത് ഏത് ഭാവത്തിൽ ഒരാൾ കണ്ണാടിയിലേക്ക് നോക്കുന്നുവോ അതേ പ്രതിരൂപമായിരിക്കും അവിടുന്ന് കിട്ടുന്നത്. ഇങ്ങനെ കണ്ണാടിയിൽ നോക്കുമ്പോൾ മുഖത്തൊരു ചുളിവുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കറുത്ത പാടുണ്ടെങ്കിൽ, നമ്മൾ സ്വാഭാവികമായി ലോകത്ത് ജീവിക്കുന്ന സാഹചര്യത്തിൽ എന്തെങ്കിലും മരുന്ന് പുരട്ടി, അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്ത് ആ കറുത്ത പാട് നീക്കിക്കളയാൻ നോക്കും. അത് സാധിക്കുന്നത് വരെയും നമ്മൾ ആ ട്രീറ്റ്മെൻറ്റ് ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം നോക്കിക്കഴിഞ്ഞാൽ നല്ല ക്ലീൻ മുഖമായിരിക്കും. അതായത് യാതൊരു തരത്തിലുള്ള അഴുക്കുമില്ലാത്ത മുഖം. ഇതുപോലെയാണ് ദൈവത്തെങ്കിലേക്ക് നോക്കുന്നവൻ നിഷ്കളങ്കമായിട്ടായിരിക്കണം. കാരണം എങ്ങനെ നിഷ്കളങ്കമായിട്ട് നോക്കുന്നുവോ, ഒരുപക്ഷെ അവന് സാധിക്കുന്നില്ല എങ്കിൽ, അവന് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് കണ്ണാടിയിൽ നോക്കുന്ന പോലെ നോക്കിക്കഴിഞ്ഞാൽ അവൻ്റെ വൈരൂപ്യം വെളിപ്പെടും. അതനുസരിച്ച് അവൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തി കഴിഞ്ഞാൽ ആ വൈരൂപ്യം നീങ്ങിപ്പോകും. കൃത്യമായ ഒരു പ്രതിഫലനം, നല്ലൊരു മുഖം അതിൽ നിന്ന് കിട്ടും. അതായത് നിർമ്മലനോട് നിർമ്മലനായിരിക്കുന്ന ദൈവം, നിഷ്കളങ്കനോട് നിഷ്കളങ്കനായിരിക്കുന്ന ദൈവം ഏത് വിധത്തിൽ ദൈവത്തിലേക്ക് നോക്കുന്നുവോ അതേപോലെ തന്നെ അവനിലേക്ക് പ്രതിഫലനം തരും. ഇങ്ങനെയാണ് ഒരു മനുഷ്യൻ നിഷ്കളങ്കനായി ഈ ലോകത്ത് ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്, ഒരു നിഷ്കളങ്കൻ്റെ ഭാഗ്യമാണ് മനുഷ്യൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനു വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യമാണ് യഹോവയുടെ ന്യായപ്രമാണം അനുസരിക്കണം. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് എവിടെയാണ്? യഹോവയുടെ ന്യായപ്രമാണത്തിൽ ഉറ്റുനോക്കണം. സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണത്തിൽ ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവൻ എന്നാണ് വചനം. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ ആ വചനം താൻ അനുസരിക്കേണ്ടതും താൻ ചെയ്യേണ്ടതുമായ കാര്യങ്ങൾ വെളിപ്പെടുത്തി തരും. അതനുസരിച്ച് കഴിയുമ്പോൾ അവൻ്റെ മുഖത്ത് നിന്ന് സകല ശരിയല്ലാത്ത പാടുകളും അഴുക്കുകളും വൈരൂപ്യങ്ങളും കരുവാളിപ്പുകളും എല്ലാം നീങ്ങിപ്പോയതിന് ശേഷം മുഖം നല്ല വെടിപ്പായി കാണും. അങ്ങനെ വരുമ്പോൾ അവൻ്റെ മുഖം നിഷ്കളങ്കമായി അവൻ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കും. ദൈവവും അവനോട് നിഷ്കളങ്കമായിട്ട് ഇടപെടും. എന്നാൽ ദൈവത്തിൻ്റെ മുഖത്തേക്ക് ന്യായപ്രമാണത്തിൽ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ചിട്ടില്ല എങ്കിൽ, അനുസരിക്കാത്ത കൽപ്പന അതങ്ങനെ തന്നെ തിരിച്ച് പ്രതിഫലിക്കും. അനുസരിക്കായകൊണ്ട് അവൻ തെറ്റുകാരനാണെന്നുള്ളത് അവന് സദാസമയം തിരിച്ച് അതുപോലെ പ്രതിഫലിക്കും. അവൻ്റെ മുഖം എന്നും വൈരൂപ്യത്തിലിരിക്കുകയും ചെയ്യും. അവൻ നിഷ്കളങ്കനായിട്ട് അവനെ കണക്കൂട്ടുകയില്ല. അവനൊരിക്കലും ഭാഗ്യവാനായി തീരുകയുമില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ അടുക്കിലേക്കാണ് പോകുന്നത്. അവൻ എന്നോട് നിഷ്കളങ്കനായിട്ട് ഇടപെടണമെങ്കിൽ ഞാൻ നിഷ്കളങ്കനായിരിക്കണം. എൻ്റെ മുഖത്ത്, എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും നിഷ്കളങ്കതയ്ക്ക് വിപരീതമായി കളങ്കമുണ്ട് എങ്കിൽ, സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണമായ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ ഞാൻ അനുസരിക്കേണ്ടതും എന്നിൽ കുറവുള്ളതുമായ കാര്യങ്ങൾ ആ വചനത്തിൽ കൂടി എന്നോട് വെളിപ്പെടുത്തും. അത് ഞാൻ ഒരു മടിയും കൂടാതെ അനുസരിച്ചാൽ, എൻ്റെ മുഖം നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ആത്മീയ മുഖവും എൻ്റെ ജീവിതവും നിഷ്കളങ്കമായി തീരും. എന്നോട് ദൈവം നിഷ്കളങ്കനായിട്ട് ഇടപെടുകയും ചെയ്യും. അതാണ് അതിനുള്ള മരുന്ന്.